Hello everyone, welcome to Eduport. എല്ലാവർക്കും മക്കളെ Eduportലേക്ക് സ്വാഗതം. യെസ്, അപ്പോൾ നിങ്ങളുടെ ഫസ്റ്റ് ക്രിസ്മസ് എക്സാം ഏതാ? ലാംഗ്വേജ് ആണ്. അപ്പോൾ ഒരുപാട് ആളുകൾ നമ്മൾ ചോദിക്കുന്നുണ്ട്, സാർ ലാംഗ്വേജിന് ലൈവ് എവിടെ നിന്നാണ് കിട്ടുക, ലാംഗ്വേജിന് ലൈവും കാര്യങ്ങളൊക്കെ എവിടെ നിന്നാണ്, എപ്പോഴാണ് തരിക? സോ ലാംഗ്വേജ് ലൈവുമായിട്ട് ബന്ധപ്പെട്ട ചില അപ്ഡേഷൻസ് ആണ് നിങ്ങളോട് പറയാനുള്ളത്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുന്ന ആദ്യത്തെ കാര്യം ഇത്രയേ ഉള്ളൂ. നമ്മുടെ മെയിൻ കോർ സബ്ജക്റ്റുകളൊക്കെ നമ്മുടെ +1 കൊമേഴ്സ് ആൻഡ് ഹ്യൂമാനിറ്റീസ് വരുമ്പോൾ നമ്മുടെ ലാംഗ്വേജ് സബ്ജക്റ്റുകളൊക്കെ നമ്മൾ ഏത് ചാനലാണ് തരിക? Eduport +1 ആൻഡ് +2 ചാനലാണ്. നിങ്ങൾ ശ്രദ്ധിക്കണേ, നിങ്ങൾക്ക് ലാംഗ്വേജിൻ്റെയും ഇംഗ്ലീഷിനൊക്കെ ലൈവ് ഉണ്ടാവും. ലാംഗ്വേജിൻ്റെയും ഇംഗ്ലീഷിൻ്റെയും ലൈവ് നമ്മൾ തരും ഏത് ചാനലിലൂടെയാണ്? Eduport +1 ആൻഡ് +2 ചാനലിലൂടെയാണ്. അപ്പോൾ അതിന് എന്താ ചെറിയൊരു മാറ്റമുണ്ട്. കാരണം നമുക്ക് ഈ ലാംഗ്വേജ് എല്ലാവർക്കും ഉള്ളൊരു സബ്ജക്റ്റാണ് അല്ലേ, അതായത് ഹിന്ദിയോ അല്ലെങ്കിൽ ഏതെങ്കിലും എല്ലാ ലാംഗ്വേജ് എന്ത് ചെയ്യും എല്ലാവർക്കും ഉണ്ടാകുന്ന സബ്ജക്റ്റാണ്. അപ്പോൾ ലാംഗ്വേജുകളുടെ ലൈവ് മൊത്തം ഏത് ചാനലായിരിക്കും? Eduport +1 +2 ചാനലായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഫസ്റ്റ് നടക്കാൻ പോകുന്ന ലാംഗ്വേജ് ഏത് ചാനലാണ്? Eduport +1 ആൻഡ് +2 ചാനലാണ്. സോ ബാക്കി സബ്ജക്റ്റൊക്കെ നിങ്ങളുടെ കൊമേഴ്സ്, അക്കൗണ്ടൻസി ആയാലും ബിസിനസ് ആയാലും എക്കണോമിക്സ് ആയാലും അതേപോലെ തന്നെ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ആയാലും പൊളിറ്റിക്സ് ആയാലും ഹിസ്റ്ററി ആയാലും ജോഗ്രഫി ആയാലും സ്റ്റാറ്റിസ്റ്റിക്സ് ആയാലും സോഷ്യോളജി ആയാലും അതിൻ്റെ ലൈവ് ഒക്കെ ഏത് ചാനലായിരിക്കും? നമ്മളിപ്പോൾ ഉള്ള +1 കൊമേഴ്സ് ആൻഡ് ഹ്യൂമാനിറ്റീസ് ചാനലായിരിക്കും. പക്ഷേ നിങ്ങൾക്ക് ലാംഗ്വേജുകൾ, അതായത് ഏതൊക്കെ ലാംഗ്വേജ് നമ്മൾ തരുന്നുണ്ട്? മലയാളം തരുന്നുണ്ട്, അറബി തരുന്നുണ്ട്, സംസ്കൃതം തരുന്നുണ്ട്, ഹിന്ദി തരുന്നുണ്ട്. ഈ 4 ലാംഗ്വേജുകളുടെയും ലൈവ് ഏത് ചാനലാണ് ഉണ്ടാവുക? Eduport +1 ആൻഡ് +2 ചാനലാണ്. സോ രാവിലെ 10 മണിക്കും രാത്രി 7 മണിക്കൊക്കെ ആയിട്ട് ഒരുപാട് ലൈവുകൾ നമ്മൾ ഷടപ്പടയിൽ നിന്ന് നിങ്ങൾക്ക് തന്നിട്ട് നിങ്ങളുടെ ലാംഗ്വേജ് നമ്മൾ സെറ്റാക്കി തരും. സോ ആ ലൈവുകളുടെ ലിങ്കൊക്കെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? കമൻറ്റ് ബോക്സിൽ പിന്നെ ഇത് വെച്ചിട്ടുണ്ട്. ഒക്കെ ഒന്ന് ലൈക്ക് ചെയ്യുക, നോട്ടിഫൈ ഓണാക്കുക. നിങ്ങൾ ചിലപ്പോൾ ഹിന്ദി എഴുതുന്ന ആളുകളാണെങ്കിൽ എന്ത് ചെയ്യുക? ഹിന്ദിയുടെ ലൈവിൻ്റെ ലിങ്ക് താഴത്ത് കാണാം. സംസ്കൃതം എഴുതുന്ന ആളുകളാണെങ്കിൽ സംസ്കൃതം ലൈവിൻ്റെ ലിങ്ക് താഴെ കാണാം. അറബിയാണ് എഴുതുന്നതെങ്കിൽ അറബിയുടെ ലൈവിൻ്റെ ലിങ്ക് താഴെ കാണാം. മലയാളമാണ് എഴുതുന്നതെങ്കിൽ മലയാളത്തിൻ്റെ ലൈവിൻ്റെ ലിങ്ക് താഴെ കാണാം. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? കറക്റ്റായിട്ട് ലൈവ് ലിങ്ക് ക്ലിക്ക് ചെയ്യുക, നോട്ടിഫൈ ഓണാക്കുക. നമ്മുടെ Eduport +1 ആൻഡ് +2 ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചാൽ ഈ ലാംഗ്വേജ് റിലേറ്റഡ് ആയിട്ട് എല്ലാ അപ്ഡേഷനും കറക്റ്റായിട്ട് കിട്ടും. സോ മക്കൾ ഒറ്റ കാര്യം ശ്രദ്ധിക്കുക, ലാംഗ്വേജിൻ്റെയും ഇംഗ്ലീഷിൻ്റെയും ലൈവ് നമ്മൾ ഏത് ചാനലിലൂടെയായിരിക്കും തരിക? Eduport +1 ആൻഡ് +2 ചാനലിലായിരിക്കും. ബാക്കി സബ്ജക്റ്റൊക്കെ നമ്മുടെ സ്വന്തം ചാനലായിട്ടുള്ള ഈ ചാനലായിട്ടുള്ള +1 കൊമേഴ്സ് ആൻഡ് ഹ്യൂമാനിറ്റീസോട് തരും. അപ്പം ലാംഗ്വേജുകളായിട്ടുള്ള ഹിന്ദിയും അറബിയും സംസ്കൃതവും മലയാളം ഏത് ചാനലാടാ? Eduport +1 ആൻഡ് +2 ആണ്. കമൻറ്റ് ബോക്സിൽ എല്ലാ ലൈവിൻ്റെയും ലിങ്ക് വെച്ചിട്ടുണ്ട്. ഒന്ന് ക്ലിക്ക് ചെയ്യുക, ഒന്ന് സെറ്റാക്കുക, ഒന്ന് റെഡി ആക്കുക. സെറ്റല്ലേ? റെഡി അല്ലേ? ഓക്കെ അല്ലേ? യെസ്. അപ്പം ലാംഗ്വേജ് എല്ലാവർക്കും എളുപ്പമാട്ടെ, എല്ലാവർക്കും ലാംഗ്വേജ് എക്സാമിന് ഫുൾ മാർക്ക് കിട്ടേ. സോ ലൈവ് സെറ്റ് ആകട്ടെ. ഓൾ ദ ബെസ്റ്റ്.